വിശദമായ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി ആരാകും? വലിയ ആകാംക്ഷയുള്ള കാര്യമാണ്. കേരളം അങ്ങോട്ടൊരു ലിസ്റ്റൊക്കെ കൊടുത്തിരുന്നു. ആ ലിസ്റ്റൊക്കെ മാറ്റിവെച്ച് 3 പേരുടെ ചുരുക്കപ്പട്ടിക UPSC ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. ആ പട്ടികയിൽ നിന്ന് ഒരാളെ ഇന്ന് പ്രഖ്യാപിക്കും. നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിലാണ് പുതിയ DGP എത്തുന്നത്. നിതിൻ അഗർവാളോ റവാഡ ചന്ദ്രശേഖറോ പോലീസ് മേധാവി ആയേക്കും. സംസ്ഥാനത്തിന് UPSC നൽകിയ പട്ടികയിൽ ആദ്യമുള്ള പേരുകൾ ഇവരുടേതാണ്. രാവിലെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. വി അരുൺ, വി വിനോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഇത്രയും ആകാംക്ഷ അടുത്തൊന്നും ഒരു പുതിയ പോലീസ് മേധാവി വരുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം സ്വാഭാവികമായ ഒരു പേരായിരുന്നു എപ്പോഴും വരുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇത് സംസ്ഥാനം യോഗ്യതയുള്ളവരുടെ പട്ടിക കൊടുത്തു, സംസ്ഥാനത്തിന് താല്പര്യമുള്ളവരുടെ 2 പേരുടെ പേര് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. അതിൽ നിന്നൊക്കെയാണ് ഈ 3 പേരുടെ പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നത്. അവസാനം എത്തി നിൽക്കുന്ന പേരുകൾ ഏതൊക്കെയാണ്? ഇന്ന് എന്തൊക്കെ നടപടിക്രമങ്ങൾക്ക് ശേഷമായിരിക്കും ആ പേര് പ്രഖ്യാപിക്കുക? ശ്രീജ, 6 പേരുടെ പേരടങ്ങിയ പട്ടികയാണ് സംസ്ഥാനം നേരത്തെ കേന്ദ്രത്തിന് കൈമാറിയത്. ഇതിൽ നിന്ന് UPSC 3 പേരുടെ പേര് അടങ്ങിയ ചുരുക്കപ്പട്ടിക സംസ്ഥാനത്തിന് തിരികെ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പേര് നിതിൻ അഗർവാളാണ്. അദ്ദേഹം ഇപ്പോൾ റോഡ് സേഫ്റ്റി കമ്മീഷണറായി പ്രവർത്തിക്കുന്നുണ്ട്. റവാഡ ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ യോഗേഷ് ഗുപ്ത, ഈ 3 പേരുകളാണ് ഉള്ളത്. ഇതിൽ റവാഡയാകട്ടെ ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് സെക്യൂരിറ്റി ഓഫീസർ, അങ്ങനെ അതിൻ്റെ സെക്യൂരിറ്റി ചുമതലയുള്ള ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുകയാണ്. റവാഡ ചന്ദ്രശേഖരനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ അദ്ദേഹം കേരളത്തിലെത്തുകയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയായും നിലവിലെ DGPയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. റവാഡയുടെ പേരിനാണ് വലിയ പ്രാധാന്യം ഇപ്പോൾ ഉള്ളത്. അതേസമയം അദ്ദേഹം വരുമ്പോൾ ചില കൗതുകങ്ങൾ കൂടിയുണ്ട്. റവാഡയാണ് വരുന്നതെങ്കിൽ 94-ലെ കൂത്തുപറമ്പ് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ആണ് അന്നത്തെ അവിടുത്തെ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം അവിടെ SP ആയിരിക്കുന്ന സമയത്താണ് ഈ വെടിവയ്ക്കാൻ ഉത്തരവിടുന്നത്. അന്ന് MV രാഘവനെ വഴിതടഞ്ഞ DYFIക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. അതിൽ 5 പേർ കൊല്ലപ്പെട്ടു. പുഷ്പൻ ഉൾപ്പെടെ 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പുഷ്പൻ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മരിച്ചത്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയമായി CPMനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ്. പക്ഷേ ഇതിൽ റവാഡയുടെ കാര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 2012-ൽ അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു താല്പര്യം, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ പോലീസ് നടപടി ഉണ്ടായതല്ല. ആ സാഹചര്യത്തിന് അനുസരിച്ച് പോലീസ് പെരുമാറുന്നു എന്ന വാദം ഒക്കെ തന്നെ ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു. ഏതായിരുന്നാലും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടാണ് കോടതി വിധി ഉണ്ടായത്. മാത്രമല്ല ഈ വെടിവയ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം മാത്രമാണ് അദ്ദേഹം അവിടെ SP ആയി ചുമതല ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈരാഗ്യം അല്ലെങ്കിൽ DYFIക്കാരുടെ പ്രതിഷേധത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഈർഷ്യ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നൊരു വാദം കൂടിയുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം വരികയാണെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയാകും എന്നതാണ്. അങ്ങനെ ഒരു ചരിത്രം കൂടി അവശേഷിക്കുന്നുണ്ട്. മറ്റൊന്ന് നിതിൻ അഗർവാൾ. അദ്ദേഹം ഈ പട്ടികയിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പക്ഷേ BSFൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില പോരായ്മകളെന്നാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് അദ്ദേഹത്തെ തിരികെ കേരളത്തിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റവാഡയുടെ പേരിന് വലിയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്നു. മറ്റൊന്ന് യോഗേഷ് ഗുപ്തയാണ്. അദ്ദേഹം സർക്കാരുമായി അത്ര നല്ല രസത്തിലല്ല. അദ്ദേഹത്തിന് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാൻ താല്പര്യമുണ്ട്. അതിൻ്റെ വിജിലൻസ് ക്ലിയറൻസിൻ്റെ കാര്യങ്ങൾ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്ന ഒരു പരാതി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന് ശ്രീജ പറഞ്ഞതുപോലെ തന്നെ സമീപകാലത്ത് ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമില്ല. കാരണം MR അജിത് കുമാറിൻ്റെ പേര് ഈ പട്ടികയിൽ കയറ്റുന്നതിന് വേണ്ടി സർക്കാർ നീക്കം നടത്തി, അല്ലെങ്കിൽ CPMന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ CPI ഉൾപ്പെടെ എടുത്ത നിലപാടുകൾ രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മറ്റൊരു പേര് മനോജ് എബ്രഹാമാണ്. അദ്ദേഹം ഈ 6 പേരുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുമുണ്ടായിരുന്നു. ഈ 3 പേരുടെ പട്ടിക തിരികെ വന്നപ്പോൾ ആ പേരിൽ മനോജ് എബ്രഹാം ഇല്ല. ഒരുപക്ഷെ താൽക്കാലിക ചുമതലയുള്ള ഒരു പോലീസ് മേധാവിയെ നിയമിച്ചേക്കും എന്ന തരത്തിലുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ മനോജ് എബ്രഹാം DGP ആകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ചില ചർച്ചകൾ ഉയർന്നു വന്നു. ഏതായിരുന്നാലും റവാഡയ്ക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഇന്ന് ഓൺലൈനായി മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാവുക. ശ്രീജ,
ഇതിലൊരു പ്രശ്നമുള്ളത് വിനോദ്, ഒരുപക്ഷെ രവാഡ ചന്ദ്രശേഖർ ആണ് DGP ആയി നിയമിതനാകുന്നതെങ്കിൽ ഇന്ന് തന്നെ ചുമതല എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം ഡൽഹിയിലെ നടപടിക്രമങ്ങൾക്ക് ഈ ഉത്തരവ് വന്ന ശേഷമേ ഡൽഹിയിലെ റിലീവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു താൽക്കാലിക സജ്ജീകരണം മറ്റെന്തെങ്കിലും തരത്തിൽ താൽക്കാലിക ചുമതല നൽകുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടാവുമോ? എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നീക്കമുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മറ്റ് സാങ്കേതിക പ്രശ്നമില്ല. കാരണം UPSC നൽകിയ പട്ടികയിലുള്ള ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം ചുമതല ഏറ്റെടുത്താലും മറ്റ് നടപടിക്രമങ്ങൾ സാങ്കേതികത്വം മാത്രമാണ്, സാങ്കേതികമായി അവശേഷിക്കുന്ന നടപടികളാണ്. അതെല്ലാം തന്നെ പൂർത്തിയാക്കാൻ കഴിയും. കാരണം പല റിപ്പോർട്ടുകൾ ഈ ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ളത് പരിശോധിച്ച ശേഷമാണ് ഈ പട്ടികയിൽ UPSC ഇവരെ ഉൾപ്പെടുത്തുന്നത്. ഇവരുടെ വിജിലൻസ് ക്ലിയറൻസ്, അതോടൊപ്പം തന്നെ പേഴ്സണൽ മന്ത്രാലയം പരിശോധിക്കുന്നത്. ആ തരത്തിൽ വിവിധ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ കേന്ദ്രം സ്വീകരിക്കും. അതിനുശേഷം അത് പരിശോധിച്ച ശേഷമാണ് അന്തിമമായി ഇവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു താൽക്കാലിക DGP എന്ന തരത്തിലുള്ള ചർച്ച ഇതുവരെ സർക്കാർ കേന്ദ്രങ്ങൾ അക്കാര്യം പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ആലോചന ഉണ്ട് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഒരു താൽക്കാലിക DGP എന്ന നിലയിലേക്ക് നിയമനം നടക്കാനുള്ള സാധ്യത. അവിടെയാണ് MR അജിത് കുമാറിൻ്റെ പേര് സർക്കാർ ഈ പട്ടികയിൽ കയറ്റാൻ നോക്കുന്നത് സംബന്ധിച്ച ചില ചർച്ചകളും വിവാദങ്ങളും ഉയർന്നു വന്നത്. MR അജിത് കുമാറിനെ ആ തരത്തിൽ ഒരു താൽക്കാലിക ചുമതല നൽകിക്കൊണ്ട് ADGP ആണ്. UPSCയുടെ ചട്ടമനുസരിച്ച് ADGPമാരെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ DGPമാരായി വന്ന കാര്യം സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവിടെയാണ് സുരേഷ് രാജ് പുരോഹിതും അതോടൊപ്പം തന്നെ MR അജിത് കുമാർ, 2 ADGPമാരാണ് ഈ 6 പേരടങ്ങുന്ന പട്ടികയിലുണ്ടായിരുന്നത്. അവരുടെ പേരുകൾ കൂടി സംസ്ഥാനം ഇതിൽ ഉൾപ്പെടുത്തിയത്. മറ്റൊരു പേര് DGP റാങ്കിലേക്ക് വന്ന മനോജ് എബ്രഹാമാണ്. ഒരു പക്ഷേ ഈ തരത്തിൽ ശ്രീജ പറഞ്ഞതുപോലെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടായാൽ ഒരു പക്ഷേ ഈ 3 പേരിൽ നിന്ന് ഒരാളെ സംസ്ഥാനത്തിന് സ്വന്തം നിലയ്ക്ക് താൽക്കാലിക DGP ആക്കാൻ കഴിയും. പക്ഷേ അത് ദിവസങ്ങൾ മാത്രമേ അതിന് ആയുസുണ്ടാകൂ, അല്ലെങ്കിൽ ആ കസേരയിൽ അവർക്ക് തുടരാൻ കഴിയൂ എന്നൊരു സാഹചര്യമുണ്ട്. ഏതായിരുന്നാലും ഈ 3 പേരുടെ പട്ടികയിൽ നിന്ന് തന്നെ DGPയെ നിയമിക്കും എന്ന കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ, ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി ആരാകും എന്നതിലാണ് ആശങ്ക. ഈ പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ ആണ് ആവുന്നതെങ്കിൽ ആദ്യം അറിയേണ്ടത് അദ്ദേഹത്തിന്റെ പേരെങ്ങനെയാണ് അദ്ദേഹം എഴുതുന്നത് എന്നതാണ്. കാരണം ഇന്നിപ്പോൾ പ്രേക്ഷകർക്കൊക്കെ സംശയം ഉണ്ടാവും. പലയിടത്ത് പല തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേര് എഴുതുന്നത്. രവാഡ എന്ന് എഴുതുന്നവരുണ്ട്, റാവഡ എന്ന് എഴുതുന്നവരുണ്ട്, രവാദ എന്ന് എഴുതുന്നവരുണ്ട്. അങ്ങനെ പലയിടത്ത് പലതരത്തിൽ കാണും. അദ്ദേഹത്തെ എങ്ങനെ എഴുതുന്നു പറയുന്നു എന്നതുപോലെ ഇരിക്കും വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും നമ്മളും പറയുന്നത്. എന്തായാലും ഇനി അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. ഇന്നലെ നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു വാർത്ത തൃശ്ശൂർ പുതുക്കാട് നിന്ന് വന്നത്. നവജാത ശിശുക്കളെ കൊന്ന് കുഴിച്ചുമൂടി എന്നൊരു കേസായിരുന്നു. ഈ കേസിൽ വളരെ വിശദമായൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. ഇന്ന് ഈ കുഞ്ഞുങ്ങളെ അടക്കിയ കുഴികൾ തുറന്ന് പരിശോധിക്കും. പ്രതികളെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. അനീഷയെയും ഭവനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, വളരെ നിസ്സാരമായി 2 കുഞ്ഞുങ്ങളെ കൊന്നു കുഴിച്ചുമൂടി ആ അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുക, ഇതിൻ്റെയൊക്കെ ഒരു ഞെട്ടലായിരുന്നു ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത്. ഇനി ഇതിന് പിന്നിൽ കൂടുതലായി എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇത്ര നിസ്സാരമായി 2 കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുക എന്നതൊക്കെ എങ്ങനെ സംഭവിച്ചു? എന്താണ് അതിൻ്റെ ഉള്ളിൽ പ്രേരകമായി പ്രവർത്തിച്ചത് എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഏത് ഘട്ടത്തിലാണ് ഈ കേസിൻ്റെ അന്വേഷണം നിൽക്കുന്നത്? ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ഇന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം നമ്മളെ കേരളത്തിൽ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു. അതായത് അവിവാഹിതായ മാതാപിതാക്കൾ കുറേ കാലമായി റിലേഷൻഷിപ്പിലായിരുന്നു. അവർ ഒന്നിച്ച് താമസിച്ചു വരുന്നു. ഇതിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്ന 2 കുഞ്ഞുങ്ങളെയും കൊന്ന് കുഴിച്ചു മൂടി എന്ന് തന്നെയാണ്. അതും പ്രത്യേകിച്ചും ഇവർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന്, ഭവിനും അനീഷയും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഭവൻ അസ്ഥികളടങ്ങിയ ബാഗുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും. അങ്ങനെയാണ് നാടറിയുന്നത് ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകമാണ് ഈ ദമ്പതികൾ നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അങ്ങേറ്റം ക്രൂരമായ കൊലപാതകമാണ്. 2021 ആദ്യത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത്. പൊക്കിൾ കൊടി കഴുത്തിൽ ചുറ്റിയാണ് കുഞ്ഞു മരിച്ചതെന്നായിരുന്നു ആദ്യം അനീഷ പോലീസിനോട് പറഞ്ഞിരുന്നത്. അതേസമയം 2 കുഞ്ഞുങ്ങളെയും 2024 രണ്ടാമത്തെ കുഞ്ഞിനെ
കുഞ്ഞിനെയും കൊന്നു കുഴിച്ചുമൂടി. ഈ 2 കുഞ്ഞുങ്ങളെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്നാണ് പിന്നീട് പ്രതികൾ പോലീസിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട സ്ഥലത്ത് കുഴിയിൽ തുറന്ന് പരിശോധന നടത്തും. ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തും. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടിക്രമങ്ങൾ, അതായത് ഈ അനീഷയെയും ഭവിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം. എന്തായാലും 2023 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ ഒന്നിച്ച് താമസിച്ചിരുന്നു. അതിനുശേഷം ഇവർ തമ്മിലുണ്ടായിരുന്ന തർക്കമാണ്, അതായത് അനീഷ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ തുടങ്ങിയതിനെ തുടർന്നാണ് ഭവിൻ ഇതുമായി ബന്ധപ്പെട്ട ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളുടെ അസ്ഥി സൂക്ഷിച്ചിരുന്നത്. അതായത് ഈ കുഞ്ഞുങ്ങളെ കൊന്ന ദോഷം തീരാൻ അവർക്ക് മരണാന്തര കർമ്മം ചെയ്താൽ മതിയെന്ന് അനീഷ ഭവിനോട് പറഞ്ഞിരുന്നു. അതിനു വേണ്ടിയാണ് ബാഗിൽ കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ സൂക്ഷിച്ചിരുന്നത്. ഈ അസ്ഥികൾ തെളിവായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് എത്തിയത്. അങ്ങനെയാണ് ഇത്ര നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് അനീഷ നടത്തിയത്. അത് ഭവിൻ്റെയും അനീഷയുടെ മാതാപിതാക്കളുടെയും അറിവോടുകൂടി തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തൽ. എന്തായാലും FIR-ൽ 2021 നവംബറിൽ ആദ്യ കുട്ടിയും 2024 രണ്ടാമത്തെ കുട്ടിയെയും കൊന്നു എന്ന് തന്നെയാണ് FIR രേഖപ്പെടുത്തിയത്. 2 കുഞ്ഞുങ്ങളെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യ കുട്ടി മരിച്ചു എന്നായിരുന്നു മൊഴിയിരുന്നെങ്കിൽ പോലും പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ശ്രീജ, അജ്ഞ, ഈ സംഭവത്തിൽ ഒരു മറ്റാർക്കെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് അറിയാമായിരുന്നു? ആ രീതിയിലൊക്കെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 21 വയസ്സാണ് ഇപ്പോൾ ആ പെൺകുട്ടിക്കും പ്രായം. 25 വയസ്സോ മറ്റോ ആണ് ഇവരുടെ പങ്കാളിക്ക് പ്രായം. ഇത് 3 വർഷം മുൻപ് നടന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ പ്രായം ഇതൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. ഇത്ര ക്രൂരമായ ഒരു കുറ്റകൃത്യം എങ്ങനെ ഇത്ര നിസ്സാരമായി ചെയ്യാൻ കഴിഞ്ഞു എന്നതിലേക്കും പോലീസിന്റെ അന്വേഷണം പോകുന്നില്ലേ? തീർച്ചയായിട്ടും ശ്രീജ, കാരണം ശ്രീജ പറഞ്ഞതുപോലെ വളരെ ചെറിയ പ്രായത്തിലാണ്. പക്ഷെ കുറ്റകൃത്യങ്ങൾക്ക് അങ്ങനെ ഒരു പ്രായപരിധി ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള തരത്തിലാണ് പോലീസ് ഭാഷ്യം. കാരണം ഈ കുഞ്ഞുങ്ങളെ, അതായത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലുണ്ടായ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാണിച്ച ഒരു മാനസികാവസ്ഥ, അത് എന്തായാലും അങ്ങേയറ്റം ക്രൂരമായ മനസ്സിൻ്റെ ഉടമകൾക്ക് അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങാനാകും, അത്തരം കാര്യങ്ങൾ ചെയ്യാനാകും എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കാരണം ഇവർ ഇത്തരം റിലേഷൻഷിപ്പിലേക്ക് പോയത് വീട്ടുകാർ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ, അല്ലെങ്കിൽ അത്തരം റിലേഷൻഷിപ്പിൽ അവർ ഒന്നിച്ച് താമസിക്കുമോ എന്നുള്ള കാര്യം വീട്ടുകാർക്ക് അറിയാമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കൊലപാതകം നടത്തിയത് 2021 കാലഘട്ടം പരിഗണിക്കേണ്ടതുണ്ട്. അതേസമയം 2024 പോലീസ് പറയുന്ന വീട്ടുകാരുടെ അറിവോടുകൂടിയാണ് കൊലപ്പെടുത്തിയത്, കുഞ്ഞിനെ അനീഷ കൊലപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലെത്രത്തോളം വാസ്തവമുണ്ടെന്നുള്ള കാര്യം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനിയും ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനുള്ളൂ. അതേസമയം ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു 3 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 19 വയസ്സ് അടുപ്പിച്ച് കാണുന്ന ഒരു ആണ് ഈ അമ്മയ്ക്കുള്ളത്. അതുപോലെ തന്നെ ഇയാൾക്കും, ഭവിനും ഇപ്പോൾ 25 വയസ്സായിട്ടേ ഉള്ളൂ. 21ാമത്തെ വയസ്സിൽ അയാളും ഇത്തരം ഒരു ക്രൂരകൃത്യത്തിന് മുതിരണമെങ്കിൽ എന്ത് സാഹചര്യമാണ് അതിലേക്ക് നയിച്ചിട്ടുണ്ടാവുക? ഇത്തരത്തിലൊരു ലിവിങ് റിലേഷൻഷിപ്പിലേക്ക് പോയത് അതല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറിയതാണ് അതിന് വിഘാതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ കൊന്നത്. അതേസമയം അനീഷ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ തുടങ്ങിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഭവിൻ അങ്ങനെയാണ് പോലീസിനോട് പറഞ്ഞത്. ഇവർ തമ്മിൽ വലിയ തർക്കമുണ്ടായിരുന്നു. ഈ ജൂൺ 28 രാത്രിയാണ് ഭവിൻ ഈ അസ്ഥികളും അടങ്ങിയ ബാഗുമായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. ഭവിൻ തന്നെയാണ് വെളിപ്പെടുത്തിയത് ഇത്തരത്തിൽ 2 കുഞ്ഞുങ്ങളെയും അനീഷ കൊലപ്പെടുത്തിയത് ഇത്തരത്തിൽ ബന്ധത്തിൽ നിന്നും മറ്റു ബാധ്യതകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ബന്ധത്തിൽ നിന്നും പിന്മാറുന്നതിൽ മറ്റു ബാധ്യതകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അനീഷ ബന്ധത്തിൽ നിന്നും പിന്മാറുന്ന തരത്തിലേക്ക് നീങ്ങിയപ്പോൾ ഇവർ തമ്മിൽ വലിയ തർക്കമുണ്ടാകുകയും ആ വലിയ തർക്കമാണ് ഒടുവിൽ ഇത്തരത്തിലുള്ള വലിയ വെളിപ്പെടുത്തലിലേക്ക് നീങ്ങിയത് എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ, ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ എന്നൊക്കെ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഓരോന്ന് പുതിയത് വരുമ്പോൾ അതിനേക്കാൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വരുന്നത്. ഇത് ഏതാണ്ട് 19 വയസ്സും 22 വയസ്സോ 23 വയസ്സോ പ്രായമുള്ള ഒരു യുവാവും യുവതിയും ചേർന്നാണ് അവർക്ക് ജനിച്ച കുഞ്ഞിനെ ആദ്യം കൊന്ന് മറവ് ചെയ്യുന്നത്. തുടർന്ന്
ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ സ്വാഭാവിക മരണമായിരുന്നു എന്നൊരു വാദം മുന്നോട്ട് വെക്കുന്നുണ്ട്. തുടർന്നുണ്ടായ കുഞ്ഞിനെ കൂടി ആ തരത്തിൽ തന്നെ കൊലപ്പെടുത്തി ആ അസ്ഥികളുമായി ഒരു ദിവസം രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുക എന്നൊക്കെ പറയുമ്പോൾ സിനിമയിൽ പറഞ്ഞാൽ പോലും നമ്മൾ ചിലപ്പോൾ വിശ്വസിക്കാൻ സാധ്യതയില്ലാത്ത തരം കാര്യങ്ങളാണ്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് പോലീസ്. ഇന്ന് ഈ കുഞ്ഞുങ്ങളെ മറവ് ചെയ്ത സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തും. മറ്റു വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളുടെ കൊലപാതകമൊക്കെ രണ്ട് തരത്തിലാവാം. ഒന്ന് ബോധപൂർവം അറിഞ്ഞുകൊണ്ടാവാം, മറ്റൊന്ന് തങ്ങളുടെ വിശ്വാസങ്ങളെ പിന്തുടരുമ്പോൾ അറിയാതെ സംഭവിക്കുന്നതുമാവാം. എന്തായാലും മലപ്പുറം കാടാമ്പുഴയിൽ നിന്നും സമാനമായ രീതിയിലുള്ളൊരു വാർത്ത തന്നെയാണ് വന്നിരുന്നത്. അവിടെ ചികിത്സ കിട്ടാതെ 1 വയസ്സുള്ള കുഞ്ഞ് മരിച്ചെന്ന പരാതിയിൽ തുടർ നടപടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അശാസ്ത്രീയമായ ചികിത്സാ രീതികളാണ് കുടുംബം പിന്തുടർന്നിരുന്നത് എന്നാണ് നിഗമനം. അക്യുപങ്ക്ചർ ചികിത്സകരായ ഹിര ഹരീര നവാസ് ദമ്പതികളുടെ മകൻ എയ്സൻ എർഹാനാണ് കാടാമ്പുഴയിൽ മരിച്ചത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഈ ഹിരയുടെ പോസ്റ്റുകളൊക്കെ, സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായി എല്ലാവരും വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ഈ കുഞ്ഞ് ജനിച്ചത് വീട്ടിൽ മീൻകറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയി പ്രസവിച്ചതാണെന്നും ഗർഭകാലത്ത് ഒരിക്കൽ പോലും ഡോക്ടറെ കണ്ടില്ല എന്നത് വളരെ വളരെ അഭിമാനത്തോടെ പറയുന്ന പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും വാക്സിനേഷൻ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ കേസിലാണെങ്കിൽ ഈ കുഞ്ഞിന് മഞ്ഞപ്പിത്തമാണെങ്കിൽ കൃത്യമായ ചികിത്സ കിട്ടിയിരുന്നില്ല. ഇങ്ങനെയൊക്കെ നിഗമനങ്ങളിലേക്ക് എത്താം. പക്ഷേ ഇത് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട്. പോലീസ് എങ്ങനെ പോകാനാണ് ആലോചിക്കുന്നത്?
ശ്രീജ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ്. കുട്ടിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ സൂചനയുണ്ട്. പക്ഷേ അതിനപ്പുറം മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടോ, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ പരിശോധിക്കുന്നത്. അതായത് ഈ കുട്ടിയുടെ ജീവൻ എടുത്തത് മഞ്ഞപ്പിത്തമാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ പോലീസും ആരോഗ്യവകുപ്പും ഒക്കെ തന്നെ ഉള്ളത്. ഇന്നലെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അതുപോലെ തന്നെ കുട്ടിയുടെ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കുട്ടിക്ക് നിലവിൽ മഞ്ഞപ്പിത്തം ഉണ്ട് എന്ന് ഇന്നലത്തെ പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഏതെല്ലാം തരത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഏത് ഘട്ടത്തിൽ അത് എത്തിയിരുന്നു എന്നുള്ളതും ഒക്കെ ഇനിയുള്ള ഈ ഒരു വിശദമായ പരിശോധന ഫലത്തിന് ശേഷമേ അറിയുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പോലീസ് കാത്തിരിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുട്ടിയുടെ കുടുംബവുമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പരസ്യമായിട്ടൊരു പ്രതികരണത്തിന് ഇപ്പോൾ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ അവരുടെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, അവർ ഈ കുട്ടിക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ അക്യുപഞ്ചർ, അതായത് അവർ പിന്തുടരുന്ന ശൈലിയിലുള്ള ചികിത്സകൾ നൽകിയിരുന്നു. ഈ കുട്ടി തളർന്നു കിടക്കുകയോ വയ്യാതെ കിടപ്പിലാവുന്നൊരു സാഹചര്യമോ ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് കുട്ടിക്ക് ഫിറ്റ്സ് പോലെ ഒരു സാഹചര്യം വരികയും പിന്നെ ബോധരഹിതനായി വീഴുകയും ഏറെ വൈകാതെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു എന്നാണ് ആ കുടുംബം നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് കുട്ടി വയ്യാതെ കിടന്ന് തളർന്നു കിടക്കുന്ന ഒരു സാഹചര്യത്തിലല്ല, പെട്ടെന്നുണ്ടായൊരു മരണം, ആകസ്മികമായി ഉണ്ടായ ഒരു മരണം എന്നാണ് ആ കുടുംബം പറയുന്നത്. ഈ ഒരു മഞ്ഞപ്പിത്തം ബാധയ്ക്ക് അവരുടെ ശൈലിയിലുള്ള അക്യുപഞ്ചർ ശൈലിയുള്ള ചികിത്സകൾ നൽകിയിരുന്നെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, വാക്സിനേഷനോ അല്ലെങ്കിൽ ശാസ്ത്രീയ രീതിയിലുള്ള ചികിത്സയോ പിന്തുടരുന്നില്ല അവർ എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അത് അവരുടെ ഭാഗം ന്യായീകരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ രീതിയിലുള്ള കാര്യങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ. പക്ഷേ ആ പറഞ്ഞതിൽ ഒരു കാര്യമുള്ളത്, മഞ്ഞപ്പിത്തം ബാധിക്കുന്ന കുട്ടി മരിക്കുന്ന പോലെയാണോ ഈ കുട്ടിയുടെ മരണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ കുട്ടി തളർന്നു കിടന്നിട്ടില്ല, ആക്റ്റീവ് ആയിരുന്നു, പെട്ടെന്നായിരുന്നു, ആകസ്മികമായിരുന്നു മരണം എന്ന് പറയുമ്പോൾ അതിലേക്ക് നയിച്ച കാരണം എന്താണെന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി കാത്തിരിക്കുകയാണ് കുടുംബവും. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇതിൽ വരുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാത്തതിനെ തുടർന്നാണോ ഈ ഒരു മരണമെന്ന സംശയമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഗമനമാണ് അധികൃതർക്കുള്ളത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ ഇവർക്കെതിരെ നിയമപരമായിട്ട് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തു തന്നെയാണെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ കുടുംബവും അതുപോലെ അധികൃതരും ആരോഗ്യവകുപ്പിലെയും പോലീസിലെയും ഒക്കെ ഉദ്യോഗസ്ഥരും ഒക്കെ ആവണം നമുക്ക് മനസ്സിലാക്കുവാൻ. കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അനൗദ്യോഗികമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, കുഞ്ഞ് തളർന്നു കിടക്കുകയായിരുന്നില്ല, കുട്ടിക്ക് അവരുടേതായ രീതിയിലുള്ള ചികിത്സകൾ നൽകിയിരുന്നു. കുട്ടിയുടെ മരണം പെട്ടെന്നുണ്ടായതാണ്, ആകസ്മികമായി ഉണ്ടായതാണ് എന്ന തരത്തിലുള്ള വിശദീകരണമാണ്. ശ്രീജ. ശരി, സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ കൂടി വരേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നത് കൃത്യമായി അറിയാൻ. പക്ഷേ അപ്പോഴും അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സാ രീതികളൊന്നും പിന്തുടരുന്ന ഒരു കുടുംബമായിരുന്നില്ല എന്നത് അവരുടെ മുൻകാല പോസ്റ്റുകളിൽ നിന്നും മുൻകാല സംഭാഷണങ്ങളിൽ നിന്നുമൊക്കെ അറിയാവുന്നതാണ്. ഇനി ഒരു സിനിമയുടെ വാർത്തയിലേക്കാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയും സിനിമയുടെ പേരുമൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. ഈ സിനിമയുടെ പേരുമാറ്റത്തിൽ സെൻസർ ബോർഡിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഇന്ന് സിനിമാ സംഘടനകൾ സംയുക്തമായി ഇന്ന് പ്രതിഷേധിക്കുകയാണ്. തിരുവനന്തപുരത്ത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ പ്രാദേശിക ഓഫീസിന് മുന്നിലാണ് സമരം നടക്കുന്നത്. ഫെഫ്ക, താരസംഘടനയായ അമ്മ, നിർമ്മാതാക്കളുടെ സംഘടന എന്നിവർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സിനിമയ്ക്ക് പ്രദർശന അനുമതി നൽകാത്തത് ചോദ്യം ചെയ്ത് നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്ന ദിവസം കൂടിയാണ്. നിർമ്മാതാക്കളായ കോസ്മോസ് എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുക. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രനും ഒപ്പം MS ഹരികൃഷ്ണനും ചേരുന്നുണ്ട്. ആദ്യം ഹരികൃഷ്ണനിലേക്ക്. ഹരി, ഗുഡ് മോർണിംഗ്. ഈ തരത്തിലൊരു സമരം നമ്മൾ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ട് പോലുമില്ല. അതായത് സെൻസർ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി സിനിമയിലെ സംഘടനകളുടെ ഒരു സംയുക്ത പ്രതിഷേധം. എങ്ങനെയാണ് ഇന്നത്തെ ദിവസം അവർ അവിടെ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ?
ശ്രീജ, ഗുഡ് മോർണിംഗ്. ഇന്ന് ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത കാലത്തായി മലയാള സിനിമയിൽ കാണാത്ത തരത്തിലുള്ള ഒരു സമര പരിപാടിയുമായിട്ട് തന്നെയാണ് ഫെഫ്കയും അമ്മയും അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് നിർമ്മാതാക്കളുടെ സംഘടനയും കൂടി സംയുക്തമായി ചേർന്നുകൊണ്ട് ഇന്ന് CBFCയുടെ റീജിയണൽ ഓഫീസിലേക്ക് തിരുവനന്തപുരത്ത് ഒരു ഏകദിന സമരം നടത്തുന്നത്. ഈ സമരത്തിൽ അവർ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം ഈ ജാനകി എന്ന പേര് മാറ്റണം എന്നുള്ള ഒരു ആവശ്യമാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഹൈക്കോടതി ഉൾപ്പെടെ ചോദിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഈ പേര് മാറ്റേണ്ട ആവശ്യം എന്താണ്, ഇതൊരു പൊതുവായി ഉപയോഗിക്കുന്ന പേരാണ്, ഇതിനെന്തിനാണ് മതവുമായി കൂട്ടിക്കലർത്തുന്ന ഒരു ചോദ്യം ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഫെഫ്ക നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫെഫ്ക ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതായത് സിനിമാ പ്രവർത്തകർക്കിടയിൽ തന്നെ അവർ ഉയർത്തുന്ന ചോദ്യം, ഇതുപോലെ സെൻസർ ബോർഡിൽ ഇതുപോലുള്ള നിയമാവലികൾ, മാനദണ്ഡങ്ങൾ, ഇതൊക്കെ വർഷങ്ങളുടെ പഴക്കങ്ങളുണ്ട്, ഇതിനൊന്നും കാലാനുസരണമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. അത് മാത്രമല്ല, വയലൻസുകളുടെ അതിപ്രസരമുള്ള സിനിമകൾക്ക് പോലും ഇതുപോലെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. പിന്നെ ഒരു ജാനകി എന്ന പേര് കൊണ്ട് മാത്രം എന്തിനാണ് സെൻസർ ബോർഡ് ഇങ്ങനൊരു റിലീസ് തടയുന്നത് എന്നൊരു ആവശ്യം വെച്ചിരുന്നു. കാരണം ഈ സിനിമ ആദ്യം റിലീസ് പ്ലാൻ ചെയ്യുന്നത് ജൂൺ 20-നാണ്. പിന്നീട് അത് ജൂൺ 27-ലേക്ക് അണിയറ പ്രവർത്തകർ മാറ്റി. പിന്നെയും ഈ സർട്ടിഫിക്കേഷൻ നൽകാത്തതിൻ്റെ പേരിലാണ് ഇപ്പോഴും റിലീസ് അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ, ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഈ സിനിമയിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിന് വലിയ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമുണ്ട്, കലാപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നടുവിലാണ് വളരെ നിർണായകമായ ഒരു സമരം. സിനിമാ മേഖലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസവും കൂടിയാണെന്ന്. കാരണം ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ, രഞ്ജി പണിക്കരും ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു, സൂചിപ്പിച്ചത് ഇതുപോലെ പേരുകൾക്ക് പകരം അക്കങ്ങൾ, നമ്പറുകൾ ഓരോ കഥാപാത്രത്തിന് നൽകേണ്ട ഒരു സാഹചര്യം വിദൂരമല്ല എന്നൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു. ഒരു ടൈറ്റിൽ ഇടാൻ ഇത്രയും മാത്രം പാടുപെടുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതും കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിനിമാ മേഖലയിൽ ഒട്ടാകെ തന്നെ ഇപ്പം നിർമ്മാതാക്കളുടെ സംഘടനയും ഫെഫ്കയും അമ്മയും അതോടൊപ്പം തന്നെ ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയും ഉൾപ്പെടെ സംയുക്തമായി 4 സംഘടനകളും ഒരുമിച്ച് കൊണ്ട് ഒറ്റക്കെട്ടായി ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം അവർ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആ സമരം നടക്കുന്നതെന്നൊരു കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായും സെൻസർ ബോർഡ് പറയുന്ന ഒരു കാര്യം, ഈ ജാനകി എന്ന പേര് മാറ്റണം എന്നതിനോടൊപ്പം തന്നെ 96 തവണ ഈ സിനിമയിൽ ഒട്ടാകെ തന്നെ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ആ വരുന്ന പോർഷനെല്ലാം മാറ്റി ഡബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ടൈറ്റിൽ ആ പേര് മാറ്റണം എന്നുള്ളതാണ് സെൻസർ ബോർഡിൻ്റെ ആവശ്യമായി ഉന്നയിക്കുന്നത്. പക്ഷേ സംവിധായകൻ തന്നെ പറയുന്നത് ഈ സിനിമയുടെ ഉള്ളടക്കത്തിൽ കൃത്യമായി ഇത് രാഷ്ട്രീയപരമായോ മതപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള പരാമർശമില്ല. പിന്നെ എന്തുകൊണ്ട് ഈ പേര് മാറ്റണം എന്നുള്ളൊരു ആവശ്യവും കൂടി ഈ സിനിമ സംവിധായകൻ, നിർമ്മാതാവ് ഉൾപ്പെടെയുള്ളവർ ചോദിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു രേഖാമൂലമുള്ളൊരു മറുപടിയില്ല. വാക്കാലാണ് ഇവരിത് പറയുന്നത് എന്നുള്ളതാണ് ഇവരെ കുഴപ്പിക്കുന്ന ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമായിട്ടും സൂചിപ്പിക്കുന്നത്. ഈ ഒരു ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമരവുമായി രംഗത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമാ സംഘടനകൾ നടത്തുന്ന ഈ ഒരു സമരത്തിൽ പ്രധാനമായും അവരുടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം ഈ പേരുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. സെൻസർ ബോർഡ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജാനകി എന്ന പേര് ഇതിന് മുമ്പ് 2 തവണ മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ പത്മകുമാറിൻ്റെ ഒരു സിനിമയിൽ ജാനകി എന്ന പേര് മാറ്റപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു സംവിധായകനായ വിവേക് അഗ്നിഹോത്രിയുടെ ഒരു ചിത്രത്തിൽ പോലും ഇതുപോലെ ജാനകി എന്നൊരു പേര് മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ സിനിമയ്ക്ക് മാത്രമായിട്ട് മാറ്റാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഫെഫ്ക ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ശ്രീജ. അതായത് അവർ പറയുന്നത് ഈ സിനിമയുടെ ടീസറും ട്രെയിലറും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിൽ തന്നെയാണ് ഇതിൻ്റെ ടീസറും ട്രെയിലറും സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ഇതേ ടീസറും ട്രെയിലറും കേരളത്തിലുള്ള എല്ലാ തിയേറ്ററുകളിലും ഇവർ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നൊന്നുമില്ലാതിരുന്ന പ്രശ്നം ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു? കാരണം ഇതേ ടീസറും ട്രെയിലറും ഇതേപോലെ ഒരു അനുമതി കിട്ടിയിട്ടാണ് ഇവർ ടീസറും ട്രെയിലറും പ്രദർശനത്തിന് എത്തിച്ചത്. അത് 1 മാസത്തോളമായി യൂട്യൂബിലൂടെയും എല്ലാ തിയേറ്ററുകളിലൂടെയും ഈ ടീസറും ട്രെയിലറും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിട്ടുമുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത പ്രശ്നം എന്തുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നു എന്ന് വളരെ വാലിഡ് ആയിട്ടൊരു ക്വസ്റ്റ്യനും കൂടി ഫെഫ്ക ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി വേണം. അതിൻ്റെ ഒരു കാര്യത്തുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇതിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ള സംവിധായകൻ പ്രവീൺ നാരായണൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതേ പേരിൽ തന്നെ തുടർന്നും ഇനി സമ്മർദ്ദമായൊരു സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിലേക്ക് ചിലപ്പോൾ ഇത് മാറ്റാമെന്ന് ഫെഫ്ക തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നും പിന്നോട്ട് തൽക്കാലം സംവിധായകനും നിർമ്മാതാക്കളുമില്ല. ഈ പേരുമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങളും കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഈ പേരിൽ നിങ്ങൾ മതപരമായ രീതിയിൽ കാണുന്നത്? അതിൻ്റെ ആവശ്യമുണ്ട്. ഇത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പേര് തന്നെയല്ലേ, അതിനെന്തിനാണ് ഇങ്ങനൊരു ഡെഫിനേഷൻ നൽകുന്നത് എന്ന ഹൈക്കോടതിയുടെ ചോദ്യവും വളരെ പ്രസക്തമാണ്. അപ്പോൾ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നൊരു ഏകദിന സമരം, അതും സിനിമാ മേഖലയിലെ തന്നെ പ്രധാനപ്പെട്ട സംഘടനകളായ ഫെഫ്കയും അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയും ടെലിവിഷൻ അംഗങ്ങളും ഇവരെല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി, ഇത് ഒരുപാട് നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ ഇങ്ങനൊരു സമരം ഇത്രയും സംഘടനകൾ ഒരുമിച്ചിരുന്ന ഒരു സമരം ഇതിനു മുമ്പ് മലയാള സിനിമ കണ്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അങ്ങനെ എല്ലാ സംഘടനകളും
സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ന് CBFCയുടെ സെൻട്രൽ റീജിയണൽ ഓഫീസിലേക്ക് അവരൊരു സമരം നടത്തുന്നു. ആ സമരം ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ സിനിമ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിൽക്കുന്ന രീതിയിൽ ആ സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിൽ തന്നെ റിലീസ് ചെയ്യണം. ഒരു തലത്തിൽ പോലും 96 തവണ ജാനകി എന്ന പേര് ഈ സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു തവണ പോലും മാറ്റം വരുത്താതെ തന്നെ ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നേടണമെന്നുള്ള ആവശ്യവുമായിട്ട് തന്നെയാണ് സംഘടനകൾ രംഗത്തെത്തുന്നത്. ശ്രീജ. ശരി, ഹരികൃഷ്ണനാണ് വിശദമായ അതിനെക്കുറിച്ച് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ, ഇന്ന് കോടതിയിൽ ജസ്റ്റിസ് നഗരേഷ് കഴിഞ്ഞ ദിവസം തന്നെ ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പം എന്നൊരു വളരെ പ്രസക്തമായ ചോദ്യം ചോദിച്ചിരുന്നു. ഇന്ന് നമുക്കറിയേണ്ടത് എന്താണ് സെൻസർ ബോർഡ് വിശദീകരിക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, എന്തുകൊണ്ട് പ്രദർശനാനുമതി നൽകുന്നില്ല? ഇത് വാക്കാൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നതുകൊണ്ട് ഒരു കൃത്യമായ വിശദീകരണം നൽകേണ്ടി വരുമല്ലോ. അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനം റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീജ പറഞ്ഞതുപോലെ ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് N നഗരേഷ് അങ്ങേയറ്റം രൂക്ഷമായ വിമർശനമാണ് സെൻസർ ബോർഡിനെതിരെ ഉന്നയിച്ചത്. മാത്രമല്ല, എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഏത് പേര് ഉപയോഗിച്ചാൽ എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ സെൻസർ ബോർഡ് പറയുന്ന മറുപടി, അല്ലെങ്കിൽ സെൻസർ ബോർഡിന്റെ അഭിഭാഷകൻ പറയുന്ന മറുപടി, അത് മതത്തിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള പേരിൽ ജാനകി എന്നുള്ളത് സീതയുടെ പേരാണ്, അത് ഹിന്ദു വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിലാണ് എന്നുള്ളതാണ് സെൻസർ ബോർഡിന്റെ കണ്ടെത്തൽ. അതിന്റെ പേരിലാണ് ഈ ബാനൊക്കെ എന്ന് തന്നെയാണ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയതും. അങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഏത് പേരായാൽ എന്താണ്, അല്ലെങ്കിൽ സിനിമയ്ക്ക് എന്ത് പേരിട്ടാൽ എന്താണ് എന്നുള്ള തരത്തിലേക്ക് ഹൈക്കോടതി തന്നെ ചോദ്യം ഉന്നയിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സിനിമയുടെ പ്രദർശനാനുമതി തടഞ്ഞതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്ന ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. നിർമ്മാതാക്കളായ കോസ്മോസ് എന്റർടൈൻമെന്റ് നൽകിയിരിക്കുന്ന ഹർജിയിന്മേലാണ് ഇന്ന് വാദം കേൾക്കുക. കഴിഞ്ഞ ദിവസവും വലിയ രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല, അതായത് ജാനകി എന്നുള്ള സീതയുടെ പേരാണ്. അതുപോലെ തന്നെ 100ഓളം തവണയാണ് സിനിമയിൽ ജാനകി എന്നുള്ള പേര് ഉപയോഗിച്ചത് എന്ന് സെൻസർ ബോർഡ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ റിവൈസിംഗ് കമ്മിറ്റി ഇതിലെടുത്ത തീരുമാനത്തെ കുറിച്ചുള്ള റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. എന്തായാലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം വലിയ വിമർശനം സെൻസർ ബോർഡിന് ഹൈക്കോടതിയിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നതാണ്. അതേ സാഹചര്യം തന്നെ ഇന്നും ഉണ്ടാകുമോ എന്നുള്ള കാര്യവുമാണ് കണ്ടറിയേണ്ടത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട സിനിമാ സംഘടനകൾ വലിയ സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇതിൽ കൃത്യമായ നിലപാട് സെൻസർ ബോർഡ് വ്യക്തമാക്കിയേ പറ്റും. പ്രായപൂർത്തിയാകാത്ത ആളുകൾക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള കണ്ടന്റുകൾ സിനിമയിലുണ്ട്, അതും പ്രദർശനാനുമതി തടയാനൊരു സാഹചര്യമായിട്ടുണ്ട് എന്നുണ്ട്. പക്ഷേ അതിന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എടുത്താൽ പോരെ എന്നുള്ള ചോദ്യം ബാക്കിയാവുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു സിനിമയുടെ അതല്ലെങ്കിൽ സംവിധായകന്റെ അതല്ലെങ്കിൽ അത്തരത്തിൽ ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇത് എന്നുള്ള തരത്തിലുള്ള വാദമാണ് സിനിമാ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ആ പേരിൽ തന്നെ, അതായത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള JSK എന്നുള്ള പേരിൽ തന്നെ റിലീസ് ചെയ്യാൻ അനുമതി വേണമെന്ന് തന്നെയാണ് നിർമ്മാതാക്കളും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രദർശനാനുമതി തടഞ്ഞത് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. ആ സിനിമ ആ പേരിൽ തന്നെ റിലീസ് ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളത് തന്നെയാണ് നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സമരക്കാരുടെയും ആവശ്യം. അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സിനിമാ സംഘടനകളെല്ലാം കൂടി ചേർന്ന് വലിയൊരു സമരത്തിലേക്ക് പോകുന്നത്. അത് ഭാവിയിലും ഇത്തരത്തിൽ നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും മറ്റ് കലാകാരന്മാരുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലേക്ക് ഇതിൽ ഒരു തീരുമാനം, അതായത് കൃത്യമായ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പക്ഷേ ഭാവിയിലും അത് സിനിമയെ തന്നെ ബാധിച്ചേക്കാം, സിനിമാ നിർമ്മാണത്തെ തന്നെ ബാധിച്ചേക്കാം എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സിനിമാ സമരത്തിലേക്ക് സംഘടനകൾ ഇറങ്ങിയിട്ടുള്ളത്. അത് ഈ പ്രത്യേകിച്ചും പ്രായപൂർത്തിയാകാത്തവർക്ക് കാണാൻ പറ്റാത്ത കോണ്ടന്റുകൾ ഉണ്ട് എന്ന് സെൻസർ ബോർഡ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും പ്രധാനമായും മതപരമായത് മതത്തെ ഹനിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ സിനിമയിലുണ്ട് എന്നാണ് സെൻസർ ബോർഡ് പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ചും ജാനകി എന്നുള്ള പേരാണ് പ്രശ്നം. പേര് മാറ്റി തന്നെ വേണം എന്നായിരുന്നു സെൻസർ ബോർഡ് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം. അത്തരത്തിലുള്ള പേര് ഉപയോഗിച്ച് മറ്റൊരു സിനിമയും അത്തരത്തിൽ പേര് മാറ്റേണ്ടി വന്നൊരു സാഹചര്യം സെൻസർ ബോർഡ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ മതത്തെ ഏത് തരത്തിലാണ് ഹനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം സെൻസർ ബോർഡിന് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ശരി, ആജ്ഞ രവീന്ദ്രനും ഒപ്പം ഹരികൃഷ്ണനുമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നമ്മൾ കണ്ടിട്ടില്ലാത്ത, അധികം കേട്ടിട്ടില്ലാത്ത ഒരു സമരമാണ് ഇന്ന് നടക്കുന്നത്.
ഒരു സിനിമയ്ക്ക് പ്രദർശനാനുമതി വൈകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. ആ കാരണം പറയാൻ പറ്റുന്ന കാരണമാണോ അല്ലയോ എന്നത് ഇന്ന് കോടതിയിൽ നിന്നും നമുക്കറിയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിയുടെ വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് ഇതിനായി 4 അംഗ സമിതിയെ ആരോഗ്യവകുപ്പ് നിയോഗിച്ചു. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച പരാതികളിൽ കഴമ്പുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ വീഴ്ച ഉണ്ടായോ എന്നും പരിശോധിക്കും. അതേസമയം മാധ്യമങ്ങൾ വഴി പരാതി തുറന്നു പറഞ്ഞ ഡോക്ടറുടെ നിലപാടിൽ വകുപ്പിന് അതൃപ്തി ഉണ്ടെങ്കിലും ഉടൻ നടപടി ഉണ്ടാവില്ല. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഇതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ ദിവസത്തെ നിലപാടിൽ നിന്ന് ആരോഗ്യമന്ത്രിക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത് ഒരുപക്ഷെ ഡോക്ടർ ഹാരിസിന് കിട്ടിയ വലിയ പിന്തുണയിലും എത്രത്തോളം ജനകീയനാണ് ഡോക്ടർ ഹാരിസ് എന്ന തിരിച്ചറിവിലുമായിരിക്കും. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം തീരുമാനിക്കുമ്പോൾ ഒരു വശത്ത് അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ മറുവശത്ത് വളരെ ന്യായമായ ഒരു കാര്യം ഉന്നയിച്ച ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ആ പരാതികൾ പരിഗണിക്കേണ്ടതുമുണ്ട്. ആരോഗ്യവകുപ്പ് എന്തൊക്കെ നിലപാടാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്? ശ്രീജ, രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഒന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇപ്പോൾ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിലൂടെ ഉണ്ടായ നാണക്കേട് ചെറുതല്ല സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്, സർക്കാരിനും. പ്രത്യേകിച്ചും സർക്കാർ ആ രീതിയിലാണ് സംസ്ഥാനത്തെ ആരോഗ്യരംഗം അത്ര മികച്ച രീതിയിൽ മുന്നേറുന്നു എന്ന അവകാശവാദമാണ് ആദ്യ പിണറായി സർക്കാരും ഈ സർക്കാരും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുണ്ടായ തിരിച്ചടി മുഖത്തടിയായി തന്നെയാണ് സർക്കാർ കാണുന്നത്. അതുകൊണ്ട് അത് എങ്ങനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നടക്കും. അപ്പോൾ സ്വാഭാവികമായും സർവീസിലുള്ള ഒരു ഡോക്ടർ ഇത്തരത്തിൽ സംവിധാനങ്ങൾ, ഡോക്ടറുകൾ ആരായാലും സർക്കാർ സർവീസിലുള്ള ഒരാൾ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ വകുപ്പിനെതിരെയൊക്കെ ഈ രീതിയിൽ പരസ്യ വിമർശനം നടത്തുന്നത് അച്ചടക്ക ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഹാരിസിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകില്ല. അത് സൂചിപ്പിച്ചതുപോലെ ഹാരിസ് ഉന്നയിച്ച വിഷയത്തിന്റെ പ്രസക്തി തന്നെയാണ്. അതിൽ വലിയ പൊതുപിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർക്കാർ അത്തരം നടപടിയിലേക്ക് പോകാത്തത്. ആദ്യം ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. എന്നാൽ പിന്നീട് ഹാരിസിനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം മികച്ച ഡോക്ടറാണ്, സത്യസന്ധനായ ഹാർഡ് വർക്കിംഗ് ഡോക്ടർ നിലപാടുമായി മന്ത്രി രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അദ്ദേഹത്തിന് നടപടി ഉടൻ ഉണ്ടാകില്ലെന്ന സൂചന അതിനെ കാണണം. പക്ഷേ എന്താണ് സംഭവിച്ചത്, എന്താണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഭവിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന വിലയിരുത്തൽ പൊതുവിൽ വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്ക് ബജറ്റിൽ അനുവദിച്ച പണം പിന്നീട് അനുവദിക്കാതെ പോകുന്ന വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു സമഗ്ര ഓഡിറ്റിംഗിനാണ് സർക്കാരിന്റെ തീരുമാനം. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിലും അതുപോലെ തന്നെ മറ്റു മരുന്നുകൾ വാങ്ങുന്നതിലുമൊക്കെ പലപ്പോഴും തീർത്തും നിർധനരായ ആളുകൾ വലിയൊരളവ് അവിടെ വരുന്നുണ്ട്. അല്ലാത്ത ആളുകളും മികച്ച ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സമീപിക്കാറുണ്ട്. പക്ഷേ അവിടെ മഹാഭൂരിപക്ഷവും തീർത്തും നിർധനരായ രോഗികളാണ്, ജനങ്ങളാണ്. അവർക്ക് മറ്റ് സംവിധാനങ്ങളിലേക്ക് പോകാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തതുകൊണ്ട് അവിടേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് പുറത്തുനിന്ന് വലിയ രീതിയിൽ മരുന്നും മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളും വാങ്ങേണ്ടി വരുമെന്ന വിവരങ്ങളുണ്ട്. അത് ഒരു പരിധി വസ്തുതയുമാണ്. അക്കാര്യങ്ങളിലൊക്കെ സർക്കാർ അന്വേഷണം നടത്തും. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ മറ്റു സർക്കാർ ഭാഗമായി പറയുന്നത് ഈ മരുന്നില്ലാതാകുന്നത് പ്രധാനമായും ഈ ഡോക്ടർമാർ പലപ്പോഴും പുറത്തുള്ള മരുന്നുകൾ, ആശുപത്രിയിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന മരുന്നുകൾക്ക് അപ്പുറത്തേക്ക് മരുന്നുകൾ എഴുതാറുണ്ട്. അത് മരുന്ന് കമ്പനികളുമായുള്ള ഡോക്ടർമാരുടെ ഒരു ബന്ധത്തിന്റെ ഫലം കൂടിയാണ്. അവർക്ക് കമ്മീഷൻ വലിയൊരു വിഷയമാണ് ഈ ആരോഗ്യരംഗത്ത്. മരുന്നുകൾ എഴുതുന്നതിന് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഈ ഡോക്ടർമാർ എഴുതുന്നത് ഈ DHS ആശുപത്രി വികസന സമിതിയോട് ചേർന്നുള്ള അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ലഭിക്കാറുണ്ട്. അതിനും പുറത്തേക്ക് മരുന്നുകൾ പോകാറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ DHSൽ വരുന്ന മരുന്നുകളൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിച്ച് അവിടെ വാങ്ങിവെക്കാറുണ്ട്. അതിന് പുറത്തേക്കുള്ള മരുന്ന് കിട്ടാത്തതും പ്രശ്നമാണ്. അത്തരം കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കും. പൂർണ്ണമായും സർക്കാരിന്റെ ഒരു വീഴ്ച സർക്കാർ ഈ ഘട്ടത്തിൽ കാണുന്നില്ല. അതിനപ്പുറത്തേക്ക് ഡോക്ടർമാർ സാധാരണഗതിയിൽ കിട്ടാത്ത മരുന്നുകൾ എഴുതി കമ്മീഷന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന വിവരവും സർക്കാരിനുണ്ട്. അത്തരം കാര്യങ്ങളിലും പരിശോധന ഉണ്ടാകും. അതുകൊണ്ട് സമഗ്രമായ ഒരു ഓഡിറ്റിംഗിനാണ് ആരോഗ്യവകുപ്പ് തയ്യാറെടുക്കുന്നത്. അതിന് മുന്നോടിയായാണ് ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങളിലെ വസ്തുത പരിശോധിക്കാൻ ഇപ്പോൾ 4 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ഒരാഴ്ചയായി ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ചികിത്സ നടക്കുന്നത്. ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് ഉച്ചയോടെ പുറത്തിറങ്ങിയേക്കും. അരുൺ തന്നെ വിശദാംശങ്ങൾ നൽകും. അരുൺ, ഇപ്പോൾ ദിവസങ്ങളായി അദ്ദേഹം അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മകൻ്റേതായി വന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അല്പം ആശ്വാസകരമെന്ന് പറയുന്നത്. അതേ നില തന്നെ തുടരുകയാണോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ?
ശ്രീജ, കഴിഞ്ഞ തിങ്കളാഴ്ച ഏതാണ്ട് 9 മണിയോട് കൂടിയാണ് VSന്റെ ആരോഗ്യനില മോശമാകുന്നത്. അദ്ദേഹത്തെ വീട്ടിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ലോ കോളേജ് ജംഗ്ഷനിലുള്ള വീട്ടിൽ നിന്ന് SUT ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഹൃദയാഘാതം സ്ഥിരീകരിച്ചു. വളരെ അതീവ ഗുരുതരാവസ്ഥ VSന്റെ ആരോഗ്യനില. പിന്നീട് അദ്ദേഹം ആ ഘട്ടത്തിൽ നിന്നൊക്കെ മറികടന്നു. പക്ഷേ ശനിയാഴ്ച വീണ്ടും ആരോഗ്യനില ഉച്ചയോടുകൂടി മോശമാവുകയും അദ്ദേഹത്തെ MRI, ബ്രെയിനിന്റെ, തലച്ചോറിന്റെ MRI സ്കാനിംഗ് വിധേയനാക്കുകയും ചെയ്തു. അപ്പോൾ ആ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയൊക്കെ വന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും ഇന്നലെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയിട്ടില്ല. ഇന്ന് മെഡിക്കൽ ബോർഡ് ചേർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തും. കാര്യമായ മാറ്റമില്ല, ഗുരുതരാവസ്ഥ തന്നെയാണ്. എന്നെങ്കിലും ഭയപ്പെടാനുള്ള സാഹചര്യം മാറുന്നു എന്നൊരു പ്രതീക്ഷ കയറുന്ന ഒരു വിവരമാണ് ആശുപത്രി ലഭിക്കുന്നത്. എങ്കിലും 102 വയസ്സുള്ള നേതാവാണ്, അതിന്റേതായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് അദ്ദേഹത്തിന് ആശുപത്രിയിൽ നിന്ന് വെന്റിലേറ്റർ തന്നെ മാറാൻ കഴിയുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ പതിയെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് വലിയ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിന്റെ കുടുംബാംഗം, പ്രത്യേകിച്ചും മകൻ വി അരുൺകുമാറൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ വളരെ പ്രധാനപ്പെട്ടതാണ്. 8 ദിവസം പിന്നിടുന്നു അദ്ദേഹം ആശുപത്രിയിൽ എത്തിയിട്ട്. എത്രത്തോളം അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു എന്ന കാര്യത്തിൽ ഇന്നത്തെ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാകും. ഉച്ചയോട് ഒരു 10 കൂടിയായിരിക്കും മെഡിക്കൽ ബോർഡ് ചേരുക. അതിനുശേഷം ഈ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമാകുന്നതിനിടെ BJPയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. രാവിലെ 11:30 പുതിയ സംസ്ഥാന കാര്യാലയത്തിലാണ് കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നുവെന്നും മുതിർന്ന നേതാക്കളെ പോലും അവഗണിക്കുന്നുവെന്നുമാണ് പഴയ ഭാരവാഹികളുടെ ആക്ഷേപം. എന്നാൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നുവെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളും കോർ കമ്മിറ്റിയിൽ ചർച്ചയാകുമെന്നാണ് വിവരം. കോഴിക്കോട് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിൽ വീണ്ടും പൊട്ടിത്തെറിക്ക് സാധ്യത. ലീഗ് നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് KMCCയുടെ പേരിൽ കുടുംബസംഗമം നടത്തിയതിന് പുറത്തായവരും നിലവിലെ ചില യൂണിറ്റ് ഭാരവാഹികളും രഹസ്യയോഗം ചേർന്നു. പുല്ലൂരാമ്പാറ ലീഗ് ഹൌസിലാണ് രഹസ്യയോഗം ചേർന്നത്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി 40-ലധികം പേരാണ് യോഗത്തിൽ പങ്കെടുത്തത്. വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു രഹസ്യയോഗം. തിരുവമ്പാടി മണ്ഡലം ലീഗ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. പാർട്ടിയിലെ വിഭാഗീയതയ്ക്ക് കാരണം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് CK കാസിമും ജനറൽ സെക്രട്ടറി PG മുഹമ്മദുമാണെന്ന് ആരോപണമുണ്ട്. വിഭാഗീയ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് ലീഗിന് സ്വാധീനമുള്ള 7 വാർഡുകളിൽ 25 പേർ വിവിധ സ്ഥാനങ്ങൾ രാജിവെക്കും. ഇതിന്റെ ഒരു വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നതിന് വേണ്ടി, കൃത്യമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗിന്റെ തിരുവമ്പാടി പഞ്ചായത്തിലുള്ള 25 തെരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റിന്റെ ഭാരവാഹികളും പങ്കെടുത്ത് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അതിനെ തുടർന്ന് അവർ വഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും, ഓരോ യൂണിറ്റിൽ നിന്ന് അവർ വഹിക്കുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, യൂണിറ്റിന്റെ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ എന്നുള്ള സ്ഥാനങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തോടുകൂടി അവർ പാർട്ടി സ്ഥാനമല്ല വഹിക്കുന്ന സ്ഥാനങ്ങൾ രാജിവെച്ചതായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ ലീഗ് സ്ഥാനാർത്ഥി തോൽക്കാൻ കാരണം ഇപ്പോഴത്തെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടാക്കിയ വിഭാഗീയതയാണെന്നും ആരോപണമുയർന്നു. ന്യൂസ് 18 തിരുവമ്പാടി. ഗാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇസ്രയേൽ സ്ട്രാറ്റജിക് കാര്യമന്ത്രി റോൺ ഡെർമർ അമേരിക്കയിലെത്തി. വൈറ്റ് ഹൌസിൽ US നേതാക്കളുമായി ചർച്ച നടത്തും. ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ ഹമാസുമായി കരാർ വേണമെന്ന നിർദ്ദേശം US ഡെർമർക്ക് മുന്നാകെ ഉന്നയിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ചർച്ച. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, ഇനിയിപ്പം ട്രംപിന് ഇടപെടാൻ ബാക്കിയുണ്ടായിരുന്നത് ഈ ഒരു വിഷയത്തിലായിരുന്നു. അവിടെ കൂടി സമാധാനം കൊണ്ടുവന്നാൽ ഏതാണ്ട് നമ്മൾ മുൻപൊക്കെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനൊക്കെ സ്വന്തമായി തന്നെ അദ്ദേഹത്തിനൊരു നോമിനേഷനൊക്കെ പ്രഖ്യാപിക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ തമാശയായി പറയുമ്പോൾ പോലും ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നത് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു, പിന്നാലെ അതിലൊരു തീരുമാനം ഉണ്ടാവുന്നു ആ തരത്തിൽ എന്നത് നമ്മൾ കണ്ടുവരികയാണ്. ഏത് തരത്തിലുള്ള ചർച്ചകളാണിപ്പോൾ US കേന്ദ്രീകരിച്ച് നടക്കുന്നത്? ശ്രീജ, ഇപ്പോൾ ഗാസയിലെ വെടിനിർത്തൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. 2023 ഒക്ടോബർ 7 മുതൽ ആരംഭിച്ച ഈ ഒരു സംഘർഷം, ഇസ്രായേലും ഹമാസും തമ്മിൽ ആരംഭിച്ച സംഘർഷം, അതിങ്ങനെ 20 മാസത്തോളമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പല തവണ വെടിനിർത്തൽ കരാർ നിലവിൽ വരികയും ആ കരാറെല്ലാം ലംഘിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ വർഷം ആദ്യമാണ് ഒരു 8 ആഴ്ച നീണ്ട വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത്. അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ അത് ലംഘിക്കുകയും മാർച്ച് 18
ഇസ്രായേലിന് ആ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഗാസയിലേക്ക് വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയും ചെയ്തു. ആ ആക്രമണം ഇന്നും തുടരുകയാണ്. ഈ മാർച്ച് മുതൽ ഇപ്പോൾ ജൂലൈ വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ടുകൊണ്ട് ട്രംപ് നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ട്രംപ് ട്രൂത്ത് സോഷ്യൽ പറയുന്നത് മേക്ക് ദ ഡീൽ ഇൻ ഗാസ ആൻഡ് ഗെറ്റ് ദ ഹോസ്റ്റേജസ് ബാക്ക് എന്നാണ്. അതായത് ഒരു ഡീൽ ഉണ്ടാക്കൂ, അതിനുശേഷം ബന്ദികളെ വിട്ടു നൽകൂ എന്നുള്ളതാണ് ട്രംപ് ഇസ്രായേലിനോടും ഹമാസിനോടും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ആഴ്ച തന്നെ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വരുത്തണം, അല്ലെങ്കിൽ നിലവിൽ കൊണ്ടുവരണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ചില ഉപാധികളുണ്ട്. അതായത് ഇസ്രായേൽ പാലസ്തീനിൽ നിന്ന് ഗാസയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ തിരിച്ചു കൊടുക്കണം. അതുപോലെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ ആർമി പിന്നോട്ട് പോകണം. ഇതാണ് ഹമാസിൻ്റെ ആവശ്യം. അതേസമയം ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ആദ്യം ഹമാസിൻ്റെ കയ്യിലുള്ള ഇസ്രായേലികളെ തിരിച്ചുവിടണം, അതിനുശേഷം വെടിനിർത്തുന്നതിനെ പറ്റി ആലോചിക്കാമെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ഈ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴും യുദ്ധം നീണ്ടു പോകുന്നത്. ഈ ഒരു രണ്ടുപേരുടെയും കടുംപിടുത്തത്തിന് ഒരു അയവ് വരുത്താൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇപ്പോൾ നേരിട്ടിടപെട്ട് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് റോൺ ഡെർമറിനെ വിളിച്ചിരിക്കുന്നത്. നെതന്യാഹുവിൻ്റെ മുഖ്യ ഉപദേശകൻ കൂടിയാണ് റോൺ ഡെർമർ. അപ്പോൾ ഡെർമറിനുമായിട്ടുള്ള ചർച്ചയിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളത് ഈ ആഴ്ചയിൽ തന്നെ അറിയാൻ പറ്റും. അതേസമയം തന്നെ ഈ നോർത്തേൺ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി വരികയാണ്. അതിൽ ഇന്നലെ മാത്രം 72ഓളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ പറയുന്നത് ഈ നോർത്തേൺ ഗാസയിലുള്ള ആൾക്കാർക്ക് വിമാനത്തിൽ ഇവർ ലീഫ്ലെറ്റ്സ് അയച്ചു കൊടുക്കുന്നുണ്ട്, എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ പേപ്പറുകൾ താഴെ എത്തി അവർ ആ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത് വടക്കൻ ഗാസയിൽ നിന്ന് നിങ്ങൾ എത്രയും വേഗം തെക്കൻ ഗാസയിലേക്ക് പോകണമെന്നാണ്. ആ ലീഫ്ലെറ്റ്സ് വായിക്കുന്ന സമയം തന്നെ അവരെ നേരെ ആക്രമണം നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതായത് ഗാസയിലുള്ള അസംഖ്യമായിട്ടുള്ള ആളുകളെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് മുമ്പ് കഴിയാവുന്നത്ര പേരെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ നിലപാടെന്നാണ് ഇപ്പോൾ കണ്ടുവരുന്ന കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹമാസുമായി ഒരു കരാർ ഉണ്ടാക്കണമെന്ന നിർദ്ദേശം ഡെർമർക്ക് മുന്നാകെ ഉന്നയിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ട്രംപ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി നടത്തുമ്പോൾ ആകാംക്ഷയുണ്ട്. ഏത് തരത്തിലായിരിക്കും ഇസ്രായേൽ ഗാസ പ്രശ്നത്തിൽ ഒരു പരിഹാരമുണ്ടാവുമോ, ഉണ്ടാവുമെങ്കിൽ അതെങ്ങനെ എന്നതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റ് വാർത്തകളിലേക്ക് പോകാം. ഡൽഹിയിൽ ഇന്നു മുതൽ 15 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും ഇന്ധനം ലഭിക്കില്ല. പഴയ വാഹനങ്ങൾ തിരിച്ചറിയാൻ പമ്പുകളിൽ AI ക്യാമറകൾ വരെ സ്ഥാപിച്ചിട്ടുണ്ട്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു കടുത്ത നടപടിയിലേക്ക് പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടത്തിൽ ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി വീണ്ടും വെളിപ്പെടുത്തൽ. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ ഡിഫൻസ് അറ്റാഷയായ ഇന്ത്യൻ നേവി ക്യാപ്റ്റൻ ശിവകുമാറിന്റേതാണ് വെളിപ്പെടുത്തൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനു നേരെ നടത്തിയ ആക്രമണത്തിനിടയിലാണ് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതെന്നാണ് ശിവകുമാറിന്റെ വെളിപ്പെടുത്തൽ. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ റാഗിങ്ങിന് ഇരയായി മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. സർക്കാർ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് 8% പലിശ സഹിതം തുക കൈമാറാൻ മനുഷ്യാവകാശ കമ്മീഷൻ രണ്ടാമതും ഉത്തരവിട്ടിരുന്നു. SFI സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. റാലിയും പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോടാണ് സമ്മേളനം നടക്കുന്നത്. 517 പ്രതിനിധികളും 198 നിരീക്ഷകരും 77 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 792 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുംബ ഡാൻസിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ഒരു സ്കൂളിലെ നൃത്തം സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാവുകയാണ്. പാറക്കടവ് GMUP സ്കൂളിൽ നിന്നുള്ളതാണ് ഈ സുംബ ഡാൻസിന്റെ വീഡിയോ.
പാറക്കടവ് GMUP സ്കൂളിൽ നിന്നുള്ള കാഴ്ചകളാണത്. അല്പവസ്ത്രമല്ല, സ്കൂൾ യൂണിഫോം തന്നെ ഇട്ട് അധ്യാപകൻ്റെ സാന്നിധ്യത്തിൽ വളരെ സന്തോഷത്തോടെ ചുവടുവയ്ക്കുന്ന ആ കുട്ടികളുടെ മുഖത്തേക്കൊന്ന് നോക്കൂ. എന്തൊരു സന്തോഷവും ഉത്സാഹവും ഒക്കെയാണ് ആ അധ്യാപകനും കുട്ടികൾക്കുമുള്ളത്. അങ്ങനെ വെറുതെ ഒരു വിവാദം എന്നൊക്കെ പറയുന്നത് പോലെ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും ഈ അനാവശ്യമായ ആരോപണങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതാണ് എന്നത് നമുക്ക് ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ പറയാൻ തോന്നും. ഇനി മറ്റു വാർത്തകളിലേക്ക്. കോതമംഗലം കവളങ്ങാട് കവലയിൽ ദേശീയപാതയിൽ സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്നതായി പരാതി. അശാസ്ത്രീയ ഓട നിർമ്മാണം കാരണമാണ് മഴയില്ലാത്തപ്പോൾ പോലും വെള്ളക്കെട്ടുണ്ടാവുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കവളങ്ങാട് കവലയിലാണ് മഴയില്ലാത്തപ്പോഴും റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത്. അതിനാൽ ഇതുവഴിയുള്ള യാത്ര ദുരിതമാണ്. ഈ വഴി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വഴിയാത്രക്കാരുടെയും ഇരുചക്രവാഹന യാത്രക്കാരുടെയും ദേഹത്ത് വെള്ളം തെറിക്കുന്നു. ആശുപത്രിയിലും പള്ളിയിലും സ്കൂളിലുമൊക്കെ പോകുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അശാസ്ത്രീയമായ ഓട നിർമ്മാണം മൂലമാണ് സ്ഥിരമായി ഇവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നത് എന്ന് ആരോപണമുണ്ട്. എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇത് തികച്ചും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമാണ്. എത്രയും പെട്ടെന്ന് ഈ ഓട പുനർനിർമ്മിക്കാൻ അതിന് വീതി കൂട്ടാനുള്ള സംവിധാനങ്ങളും അവിടെ കലുങ്ക് വീതി കൂട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്തില്ലെങ്കിൽ വലിയൊരു വിപത്തിലേക്കാണ് വന്നു പോയിരിക്കുന്നത്. കാരണം ഒരു വാഹനം കടന്നുമ്പോൾ ആ വെള്ളം തെറിച്ച് മറ്റു വാഹനത്തിൻ്റെ കണ്ണാടിയിൽ പതിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. പലതവണ അധികൃതരെ സമീപിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. മഴ ഇനിയും കനത്താൽ ഇതുവഴി യാത്ര അസാധ്യമാകും. വേഗത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കോതമംഗലം. മലപ്പുറം അങ്ങാടിപ്പുറം മേൽപ്പാലം വളരെ തിരക്കുള്ളൊരു റൂട്ടാണിത്. വലിയ രീതിയിൽ ആളുകൾ കടന്നു പോകുന്നതാണ്. ആ മേൽപ്പാലത്തിൽ തൽക്കാലത്തേക്ക് ഗതാഗത നിരോധനം വരികയാണ്. അടുത്ത മാസം 5 വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. അപ്രോച്ച് റോഡിൽ ഇന്റർലോക്ക് പണി നടക്കുന്നതിനാലാണ് നിരോധനം. ജൂലൈ 6 മുതൽ ചെറിയ വാഹനങ്ങൾ ഈ വഴിയിലൂടെ കടത്തിവിടും. ദേശീയപാത 966-ൽ അങ്ങാടിപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജ് അപ്രോച്ച് റോഡിൽ ഇന്റർലോക്ക് പതിക്കുന്ന ജോലി ആരംഭിക്കുന്നതിനാൽ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ജൂലൈ 6 മുതൽ ജൂലൈ 11 വരെ ചെറിയ വാഹനങ്ങൾക്കൊഴികെ ഭാരവാഹനങ്ങൾക്കും നിരോധനമുണ്ടായിരിക്കും. കോഴിക്കോട് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വള്ളുവമ്പ്രം, മഞ്ചേരി, പാണ്ടിക്കാട് വഴിയും ചെറിയ വാഹനങ്ങൾ ഓരാടും പാലം, വലമ്പൂർ, പട്ടിക്കാട് റോഡ് വഴിയും കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഓരാടം പാലം, ഏറാന്തോട്, തരകൻ സ്കൂൾ റോഡ് വഴിയും തിരിഞ്ഞു പോകണം. പാലക്കാട് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മേൽപ്പറഞ്ഞ റോഡുകളിലൂടെ തിരിച്ചും പോകണമെന്ന് പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. ഇനി ഒരു കൗതുകകരമായ വാർത്തയിലേക്ക്. ഓൺലൈൻ വഴി ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്നതൊക്കെ നമുക്ക് ഒരു സാധാരണ കാര്യമാണ്. അതിൽ പ്രത്യേകിച്ചൊരു വാർത്തയൊന്നുമില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട നായകൾക്കും അതുപോലെ ഓൺലൈനിൽ ഫുഡ് വരുമെങ്കിൽ വളരെ നന്നായിരിക്കും അല്ലേ? എന്നാൽ നായകൾക്കും പാകം ചെയ്ത ഭക്ഷണം ഓൺലൈൻ വഴി ലഭിക്കാനുള്ള വഴി ഒരുങ്ങുന്നു. കോട്ടയത്താണ് ഇത് തുടങ്ങുന്നത്. കോട്ടയത്തെ 3 ചെറുപ്പക്കാരാണ് ഇങ്ങനെയൊരു നൂതനമായ ആശയത്തിനു പിന്നിൽ. ഓൺലൈൻ വഴി എത്തുന്ന ഹോട്ടൽ ഭക്ഷണം മനുഷ്യരുടെ ശീലമായത് പുതിയ കാലത്തിന്റെ കാഴ്ച. മനുഷ്യർക്ക് മാത്രമല്ല, ഇനി വളർത്തുമൃഗങ്ങൾക്കും ഓൺലൈൻ വഴി ഭക്ഷണം കഴിക്കാം. കോട്ടയത്തെ യുവ സംരംഭകരാണ് പദ്ധതിക്ക് പിന്നിൽ. നഗരത്തിന്റെ 15 കിലോമീറ്റർ ചുറ്റളവിലാണ് കഴിഞ്ഞ 3 മാസമായി വിജയകരമായി സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാത് ദിവസം ഡോഗ്സിന് വേണ്ടിയുള്ള ഫ്രഷ് ഫുഡ് 100% ഹോം ഡെലിവറി ഫ്രീ ആക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഡെലിവറി നമ്മൾ കറൻ്റ് കഞ്ഞിക്കുഴി ടൗണിലാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. മാനുഫാക്ചർ ഹബ്ബ് വരുന്ന കഞ്ഞിക്കുഴിയിലാണ്. അവിടുന്ന് 15 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ 100% ഹോം ഡെലിവറി ഫ്രീ ആക്കിയാണ് ചെയ്യുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓരോ തരം നായകൾക്കും പ്രത്യേകമാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇതിനായി പ്രത്യേക മെനു തന്നെയുണ്ട്. വിവിധ കോംബോ പാക്കുകളിലാണ് ഭക്ഷണ വിതരണം. നമ്മൾ ആക്ച്വലി 3 ടൈപ്പായിട്ടാണ് ഡോഗിനെ തരംതിരിച്ചിരിക്കുന്നത്. സ്മോൾ ബ്രീഡ്സ് ഉണ്ട്, ഒപ്പം ലാർജ് ബ്രീഡ്സ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഹെവി ഡോഗ്സ് ആയിട്ടുള്ള ഇപ്പോൾ സെന്റ് ബെർണാർഡ് പോലുള്ള ഡോഗ്സിനും നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 സുഹൃത്തുക്കളുടെയും പേരിന്റെ ആദ്യാക്ഷരം ചേർത്ത് ഗ്യാസ് ഡോഗ് ഫുഡ് എന്ന പേരിലാണ് സംരംഭം പ്രവർത്തിക്കുന്നത്. കോട്ടയത്ത് വിജയിച്ചതിലൂടെ കൊച്ചിയിലും ബാംഗ്ലൂരിലും പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാണ് കോട്ടയം. അതുകൊണ്ടാണ് നമ്മൾ കോട്ടയം സ്റ്റാർട്ട് ചെയ്തത്. വിത്തിൻ 6 months നമ്മൾ കൊച്ചിയിലേക്കും ബാംഗ്ലൂരേക്കും നമ്മളുടെ ബ്രാഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്.
പിന്നെ കൂടാതെ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ഈ വാട്സപ്പ് വഴിയാണ് നമ്മൾ ഡെലിവറി കാര്യങ്ങളൊക്കെ നമ്മൾ പിച്ച് ചെയ്യുന്നത്. അതിനെ കംപ്ലീറ്റ് ആയിട്ടൊരു സോഫ്റ്റ്വെയറിൽ ആപ്പിലേക്ക് ഉള്ള കാര്യങ്ങളും വിത്തിൻ ഒരു 2 months ആപ്പ് നമ്മൾ ലോഞ്ച് ചെയ്യും. സർക്കാരിന്റെ പ്രത്യേക ലൈസൻസ് എടുത്താണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം. മനുഷ്യർക്ക് മാത്രമല്ല നായകൾക്കും ഹെൽത്തി ഫുഡ് എന്ന ആശയം നടപ്പാക്കുകയാണ് ഈ ചെറുപ്പക്കാർ. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഇനി സ്പെഷ്യൽ ഡിവിഷൻസിലേക്കാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ന്യൂസ് 18 കേരള ആലപ്പുഴ ബ്യൂറോയിലെ വീഡിയോ ജേർണലിസ്റ്റ് പ്രശാന്ത് മംഗലശ്ശേരിയുടെ പിറന്നാളാണ് ഇന്ന്. പ്രശാന്തിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നത് ഭാര്യ ശ്രീദേവിയും മകൾ രുദ്രയും. പിന്നെ സംശയമുണ്ടോ, ഞങ്ങൾ എല്ലാവരും ചേർന്നാണ്. ഹാപ്പി ബർത്ത്ഡേ പ്രശാന്ത്. അപ്പോൾ ഇനിയും വളരെ ആക്റ്റീവായി സജീവമായി എല്ലായിടത്തും എത്തി പ്രശാന്തിന് ജോലി ചെയ്യാനും സന്തോഷത്തോടെ ഇരിക്കാനും ഒക്കെ പറ്റട്ടെ. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ശരി, അപ്പോൾ ഇനി നമ്മൾ വാർത്തകളിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുത്തു പോകുന്നു. പോലീസ് പെട്രോളിലേക്ക് ടോം കുര്യാക്കോസ് ചേരും.